ശമ്പള കുടിശ്ശിക 7 മാസം പിന്നിട്ട മാധ്യമം പത്രത്തിൽ മാനേജ്മെന്റ് തുടരുന്ന തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ഉത്രാട ദിനത്തിലും ശമ്പളത്തിനായി കോഴിക്കോട് മുതലക്കുളത്ത് പ്രതിഷേധ ധർണ ആരംഭിച്ചിരിക്കുകയാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, കാലങ്ങളായുള്ള സമരമാണ്, ഇന്നിപ്പോൾ ഉത്രാട ദിനത്തിലും അതൊരു പ്രതിഷേധ ധർണയായി മാറുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതായത് നാടകം ഓണത്തിരക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു. എല്ലാവരും നാളെ ഓണസദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നു, ഓണക്കോടി വാങ്ങാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് മാധ്യമ ദിനപത്രത്തിലെ ജീവനക്കാർ ഇവിടെ മുതലക്കുളത്ത് പ്രസ് ക്ലബിന്റെ മുൻപിൽ ഈ സമരം ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. അതായത് 7 മാസത്തെ ശമ്പള കുടിശ്ശിക ഈ മാസം കൂടെ കണക്കാക്കുകയാണെങ്കിൽ 8 മാസത്തെ ശമ്പളമാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. നാട്ടിലുള്ള എല്ലാ കമ്പനികളും ബോണസും ഓണക്കിറ്റും കൊടുക്കുമ്പോൾ ഇവർക്ക് ഒന്നും കിട്ടാതെ, അതായത് മക്കൾക്ക് ഒരു ഓണക്കോടി പോലും വാങ്ങി കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ മന്ത്രി ബിന്ദു കൃഷ്ണന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ചയുണ്ടായിരുന്നു. 7 മാസത്തെ കുടിശ്ശികയിൽ 3 മാസത്തെ കുടിശ്ശിക ഓണത്തിന് മുൻപ് കൊടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മന്ത്രി പറഞ്ഞത് 2 മാസത്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ മാനേജ്മെന്റ് പറഞ്ഞത് വെറും 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച അലസിപ്പിരികയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയും കണ്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും തന്നെ പരിഹരിച്ചില്ല. അതോടുകൂടിയാണ് സമരത്തിലേക്ക് വന്നത്. ഇത് KWC-യോടൊപ്പം തന്നെ CITU, NTUC പോലുള്ള ATC പോലുള്ള എല്ലാ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് സമരം നടക്കുന്നത്. CITUവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉണ്ട്. അദ്ദേഹം ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്താണ്. ഇന്നലത്തെ ചർച്ചയിലും മാനേജ്മെന്റ് ഒരു അനുകൂല തീരുമാനം എടുത്തില്ല അല്ലേ? മാനേജ്മെന്റ് ഇന്നലെ മന്ത്രി ബിന്ദു കൃഷ്ണ, സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി, വിളിച്ച ചർച്ചയിൽ വളരെ പരിഹാസ്യമായ ഒരു നിലപാടാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ. 7 മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോൾ 5,000 രൂപ കൊടുക്കാനുള്ള പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. 3 മാസത്തെയെങ്കിലും കുടിശ്ശിക ഓണത്തിന് മുമ്പ് കൊടുക്കണമെന്ന് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി അതിനൊരു ഒത്തുതീർപ്പെന്നുള്ള നിലയിൽ 5,000-വും 3 മാസത്തെ ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് 2 മാസത്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞപ്പോൾ 10,000 രൂപ കൊടുക്കാതെ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വളരെ മോശമായിട്ടുള്ളൊരു സമീപനം. ഓരോ മാനേജ്മെന്റും ഇതുപോലെ തൊഴിലാളി സംഘടനകളോടോ സംസ്ഥാന മന്ത്രിയോടോ ഒന്നും ഇങ്ങനെ പെരുമാറാത്ത വിധത്തിലാണ് അവർ സമീപനം സ്വീകരിച്ചത്. നിങ്ങൾ ഒന്നുകൂടി പുനരാലോചിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ മീറ്റിംഗ് ഇട്ടിട്ട് മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് മാധ്യമ മാനേജ്മെന്റ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉത്രാടപ്പാച്ചലിന്റെ നാളിൽ തൊഴിലാളികൾ ഇവിടെ ഇന്നത്തെ ദിവസം പട്ടിണിപ്പാച്ചലിന്റെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ മാധ്യമ മാനേജ്മെന്റിന്റെ ഈ നടപടിക്കെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിലുള്ള സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഏതായാലും ഇതൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം മാനേജ്മെന്റ് അനുകൂലമായ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഇന്നലെ നടന്ന ചർച്ചയുടെ വിവരങ്ങളാണ്. അദ്ദേഹം CITUയുടെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാധ്യമം. ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്കാണ് ഈ ഉത്രാട നാൾ ഇത്തരത്തിൽ ഈ രീതിയിൽ സമര രംഗത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എല്ലാ ജീവനക്കാരും ഇവിടെയുണ്ട്. ഒപ്പം തന്നെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണയുമായും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.